ഇനി 2 മാസം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 2 മാസം തികച്ച് നമുക്ക് പറയാനില്ല. അതായത് 60 days എന്ന് പറയുന്ന ഒരു ദിവസം പോലും നമുക്ക് പറയാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് ആകെ സ്കൂൾ തുറന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ജസ്റ്റ് ഒരു വീക്ക് ആകാൻ പോകുന്നേ ഉള്ളൂ, അതിന് മുൻപ് മിസ് എന്താണ് ഈ 2 മാസത്തെ കണക്ക് പറയുന്നത് എന്നായിരിക്കും എൻ്റെ കുട്ടികൾ ചിന്തിക്കുന്നത് അല്ലേ. അതായത് മക്കളെ, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അക്കാഡമിക് കലണ്ടർ ഇറങ്ങിയ സമയത്ത് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 10 മുതൽ 21 വരെ ആയിരിക്കും നിങ്ങളുടെ ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 10 നിങ്ങളുടെ ഓണം എക്സാം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു ഓഗസ്റ്റ് 1 മുതലെങ്കിലും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ മിനിമം നമുക്ക് എന്താണ് ഒരു സബ്ജക്റ്റിന് ഒരു 2 ചാപ്റ്റർ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് ഒരു സബ്ജക്റ്റ് അല്ല അല്ലേ. ഇത് തന്നെ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ്. ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓഗസ്റ്റ് 1 മുതലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിവിഷൻ ചെയ്യണം. ജസ്റ്റ് ഒരു 1 വീക്കെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. അത് തന്നെ ഒരു ഓഗസ്റ്റ് 10 2 ദിവസം മുന്നേ നമ്മൾ എന്തായിരിക്കണം? ഫസ്റ്റുള്ള എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുകയും വേണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്ര മാസം ഉണ്ട്? ഈ ഒരു ജൂണും ഈ ഒരു ജൂലൈയും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഓഗസ്റ്റ് 1 മുതൽ തന്നെ നമ്മൾ റിവിഷൻ ചെയ്ത് തുടങ്ങുന്നു എന്ന് പറയുമ്പം ഇന്നിപ്പോൾ നമ്മൾക്ക് ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഡേറ്റ് ജൂൺ 6 ആയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു കറക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് 2 മാസം പോലും തികച്ചില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തുടക്കം തന്നെ പഠിക്കണം, തുടക്കം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ജൂൺ കൊണ്ടും ജൂലൈ കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസും കംപ്ലീറ്റ് ചെയ്ത് ഓഗസ്റ്റ് 1 ആകുമ്പോഴേക്ക് ഈ പഠിച്ച കാര്യങ്ങൾ നല്ലപോലെ റിവൈസും ചെയ്ത് നിങ്ങളുടെ ഓണം എക്സാം പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ പലരും പറയുന്ന കാര്യമാണ് ഓണം എക്സാം എത്ര സീരിയസ് ആക്കണം. ഓണം എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾ ആരും ചോദിക്കില്ല. പക്ഷേ എന്തിനാണ് ഓണം എക്സാം എത്ര സീരിയസ് ആക്കി എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കേണ്ട സമയത്ത് അത്രയും ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് പഠിച്ച് റിവിഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എക്സാം നല്ലപോലെ പോകും. എക്സാം നല്ലപോലെ പോയി കഴിഞ്ഞാൽ നല്ല മാർക്സ് കിട്ടും. നല്ല മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിനൊരു റിവാർഡാണ്. അപ്പോൾ എപ്പോഴും റിവാർഡ് കിട്ടുമ്പം നമ്മുടെ ബോഡി, ബയോളജിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി നമുക്കൊരു റിവാർഡ് കെമിക്കൽ ഉണ്ടാക്കും, ഡോപ്പമീൻ ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം നമ്മൾക്ക് എന്താണ് ആ കാര്യം, നമുക്ക് എന്ത് കാരണമാണോ റിവാർഡ് കിട്ടിയത് ആ കാര്യം നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇപ്പം നിങ്ങൾ മൊബൈൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ തോന്നാനുള്ള കാരണം എന്താ? ആ കാര്യത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബോഡി ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഡോപ്പമീൻ ഇസ് എ കെമിക്കൽ. ഓക്കെ, അതേപോലെ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ആ കെമിക്കൽ റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ളൊരു ആവേശം ഉണ്ടാവും. അത് മാത്രമല്ല ചുറ്റുപാടും നമുക്ക് അപ്രിസിയേഷൻ കിട്ടും. നിങ്ങൾക്ക് നല്ല മാർക്സ് ഉണ്ടല്ലേ, നീ ഇത് എങ്ങനെയാണ് വാങ്ങിച്ചത്, പാരൻസിൻ്റെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തും നമുക്ക് അപ്രിസിയേഷൻ കിട്ടും. അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ കാര്യം വീണ്ടും ചെയ്യും. അത് നമ്മൾക്ക് ദോഷം വരുത്തില്ല എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈ സെയിം കാര്യം തന്നെ നമുക്ക് ക്രിസ്മസ് എക്സാമിനും റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും, പബ്ലിക് എക്സാമിനും ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വൺസ് നമ്മൾ ഒരു ടോപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ താഴോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് വേറെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ അങ്ങനത്തെ ഒരു ഫീല് വരും. ഇനി രണ്ടാമത്തെ കാര്യം, ഓണം എക്സാമിന് നിങ്ങൾ പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഒരു ഡിസംബർ 10 കൂടി ക്രിസ്മസ് എക്സാമും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യം 3 മാസമേ ഉള്ളൂ. ഓണം എക്സാം കഴിഞ്ഞ് 21 മുതൽ 31 വരെ ഓണം വെക്കേഷനാണ്. പിന്നെ നിങ്ങൾ എപ്പോഴാണ് വരിക? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഈ 3 മാസം കൊണ്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് പഠിക്കണം. അത് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലുണ്ടാവും. അത് മാത്രമല്ല ഓണം എക്സാമിൻ്റെ സിലബസും ക്രിസ്മസ് എക്സാമിന് കുറച്ച് ചോദിക്കും. അപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓണം എക്സാം പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 മാസം കൊണ്ട് ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ല അല്ലേ. പക്ഷേ ഓണം എക്സാം പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? റിവിഷൻ ചെയ്താൽ മതി. ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്താൽ മതി. ബാക്കി നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. നേരത്തെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാം. അത് കാരണം കിട്ടുന്ന അപ്രിസിയേഷനും റിവാർഡും നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ള ഒരു ആവേശം, ഒരു സെൽഫ് മോട്ടിവേഷനായിട്ട് മാറും. പുറത്തു നിന്നുള്ളൊരു മോട്ടിവേഷൻ ടോക്കിൻ്റെ കാര്യമോ മോട്ടിവേഷൻ നിങ്ങൾ ആരും വന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ മാർക്സ് വരെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് മക്കളെ നേരത്തെ പഠിച്ചു തുടങ്ങുക. അങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഹെൽപ്പ് നമ്മുടെ എക്സാമിനറുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വർക്ക്ഷീറ്റ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്ത് ഡീറ്റെയിൽസ്, നമ്മുടെ ഫീസിൻ്റെ ഡീറ്റെയിൽസോ നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം.
നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എക്സാമിന് ഒരാഴ്ച മുന്നേ മിസ് ഇനി പഠിച്ചാൽ മാർക്ക് കിട്ടുമോ എന്നൊരു ചോദ്യം ആയിട്ട് എൻ്റെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സമാധാനിപ്പിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇല്ല കിട്ടൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെയും നിങ്ങൾ എത്തിക്കരുത്. നന്നായിട്ട് പഠിക്കുക മക്കളെ, സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മുടെ എക്സാമിനർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ.